നമസ്കാരം. ഈ വർഷത്തെ അഭിനയത്തിനുള്ള ഏറ്റവും നല്ല നടനുള്ള അവാർഡ് കൊടുക്കേണ്ടത് ആർക്കാണ്? അത് സീറോ മലബാർ സഭയുടെ തലവനായി തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്ന സാക്ഷാൽ റാഫേൽ തട്ടിൽ പിതാവിന് തന്നെയാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോകളിൽ സത്യങ്ങൾ പറഞ്ഞപ്പോൾ പലരും എന്റെ നേരെ വിമർശിച്ചു. 4 വോട്ട് കിട്ടിയ തട്ടിൽ പിതാവ് എങ്ങനെയാണ് സഭാതലവനായി മാറിയത്? മഹാഭൂരിപക്ഷ വോട്ടുകളും കിട്ടിയ കല്ലറങ്ങാട്ട് പിതാവ് എങ്ങനെ പിന്മാറി? അങ്ങ് വത്തിക്കാനിൽ നിന്നും ഒരു കത്തുമായി ഒരു വൈദികൻ വന്നു. അദ്ദേഹത്തിന്റെ കത്ത് ഉപദേശിച്ചു, തെക്ക് നിന്ന് ചങ്ങനാശ്ശേരിയിൽ നിന്നോ പാലായിൽ നിന്നോ ഒരു സഭാതലവൻ ഉണ്ടാകുന്നതിനേക്കാൾ എറണാകുളത്തെയോ തൃശ്ശൂരിലെയോ പഴയ കൊച്ചി രാജ്യത്ത് അവർക്ക് സഭാതലവന്റെ ചുമതല അങ്ങ് കൊടുക്കുക. അപ്പോ വിമതന്മാർക്ക് സഭാതലവനെയും കിട്ടി, എറണാകുളം അങ്കമാലിയുടെ അപ്പസ്തോലിക അഡ്മിനിസ്ട്രേറ്ററെയും കിട്ടി. പിന്നെ എന്താ പ്രശ്നം? സഭയുടെ മുഴുവൻ നിയന്ത്രണം അവർക്ക് കൊടുത്തില്ലേ? മെത്രാന്മാരൊക്കെ എറണാകുളം അരമനയിൽ വന്ന് ഭക്ഷണം കഴിച്ച് സന്തോഷമായി പോകുന്നു. തൃശ്ശൂരിൽ തട്ടിൽ പിതാവ് സ്വീകരണങ്ങൾ ഏറ്റുവാങ്ങുന്നു. ഒരു പ്രശ്നവുമില്ല, വിമതർക്ക് സന്തോഷമായി. പക്ഷേ ബോംബ് പുറത്തു വന്നു. 49 മെത്രാന്മാർ, സിനഡിൽ പങ്കെടുത്ത മെത്രാന്മാർ ഒപ്പിട്ട കൽപ്പന എറണാകുളം അങ്കമാലിയിലെ വിശ്വാസികൾക്കും വൈദികർക്കും മാർപ്പാപ്പ ആഹ്വാനം ചെയ്ത, സിനഡ് തീരുമാനിച്ച സിനഡ് കുർബാന തന്നെ അർപ്പിക്കണം. അപ്പോ തട്ടിൽ പിതാവ് പറഞ്ഞല്ലോ, എറണാകുളംകാരെ കേൾക്കണം, അവരുടെ മുറികൾ ഉണക്കണം, കേൾക്കുന്നത് തന്നെയാണ് മഹാപുണ്യം എന്നൊക്കെ ഏറ്റവും മനോഹരമായി കാര്യങ്ങളൊക്കെ നടന്നു. തൃശ്ശൂരിലെത്തി സ്വീകരണ ചടങ്ങിൽ സംസാരിക്കുമ്പോൾ തട്ടിൽ പിതാവ് പറഞ്ഞു, തൃശ്ശൂരിൽ നിന്ന് തെക്കോട്ട് പോകുമ്പോൾ കുറുമാലിപ്പുഴ കഴിഞ്ഞാൽ പാകിസ്ഥാനായി, ചാലക്കുടി പുഴ കഴിഞ്ഞാൽ ചൈനയായി. എന്താണ് കുറുമാലിയുടെ പ്രത്യേകത? കുറുമാലി കഴിഞ്ഞാൽ ഇരിങ്ങാലക്കുട രൂപതയാണ്. അവിടെ വിമതന്മാര് പ്രശ്നം ഉണ്ടാക്കുന്നുണ്ട്. ചില അച്ഛന്മാര് ഇവിടത്തെ എറണാകുളം വിമതന്മാരും കൂടി കൈകോർക്കുന്നുണ്ട് എന്ന് പിതാവിന് അറിയാം. എറണാകുളത്തേക്ക് കടന്നാലോ ചൈനയായി. അതായത് ചാലക്കുടി പുഴ കടന്നാൽ എറണാകുളം അങ്കമാലിയാണ്. ഇങ്ങനെ വളരെ മനോഹരമായി സഭയുടെ പുതിയ തലവൻ തട്ടിൽ പിതാവ് കാര്യങ്ങൾ പറഞ്ഞു വെച്ചു. വിമതർ ആശ്വസിച്ചു, തട്ടിൽ പിതാവ് ഞങ്ങളെ കേൾക്കാൻ വരും. എത്ര മനോഹരമായ അഭിനയമായിരുന്നു! ഇതാണ് റോമൻ തന്ത്രം, വത്തിക്കാന്റെ തന്ത്രം. ഈ വിവരങ്ങളൊക്കെ വിമത മെത്രാന്മാരും അതിൽ ഒപ്പിട്ടിട്ട്, ഇവരുടെയൊക്കെ തലതൊട്ടപ്പന്മാരായ വിമത 49 മെത്രാന്മാരിൽ എറണാകുളത്തെ എല്ലാ വിമത മെത്രാന്മാരും അതിൽ ഒപ്പിട്ടിരിക്കുന്നു. ഇനി എന്താ വേണ്ടത്? ഇനി ആരാണ്? ഒരു മെത്രാൻ പോലും വിമതരെ, എറണാകുളം വിമതരെ അംഗീകരിക്കുന്നുണ്ടോ? അവരും ആഹ്വാനം ചെയ്തിരിക്കുന്നു, നിങ്ങൾ സിനഡ് കുർബാന അർപ്പിക്കുക. ഇത് ഭയങ്കര ചെയ്തായി പോയി കേട്ടോ. അനാഥരായിരിക്കുന്നു എറണാകുളം വിമതർ. നമ്മളൊക്കെ വിചാരിച്ചു വിമതർ പിടിമുറുക്കി സഭയുടെ ഭരണം തന്നെ തൃശ്ശൂർക്കാർ ഏറ്റെടുത്തിരിക്കുന്നു. വിമതരോട് അടുപ്പവും സ്നേഹവുമുള്ളവർ. തട്ടിൽ പിതാവ് മുറിവുണക്കാൻ വന്ന തട്ടിൽ പിതാവ് കൊടുത്തത് ഷോക്ക് ട്രീറ്റ്മെന്റ് ആയിപ്പോയല്ലേ. ഇനി എന്താണ് വിമതരുടെ പ്ലാൻ? ഇനിയും ഷോക്ക് ട്രീറ്റ്മെന്റുകൾ കാത്തിരിപ്പുണ്ട്. ഞാൻ അറിയുന്നത് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സഹായമെത്രാന്മാരായി നിയമിക്കപ്പെടാൻ 3 പേരുടെ പേരുകൾ അങ്ങ് വത്തിക്കാനിലേക്ക് പോയിട്ടുണ്ട്. അങ്ങ് ഇപ്പോൾ പറവൂർ കോട്ടയ്ക്കാവ് പള്ളിയിലെ വികാരിയായിരിക്കുന്ന പുതിയേടത്തച്ഛന്റെ, പിന്നെ മാർട്ടിൻ കല്ലിങ്ങൽ എന്ന് പറയുന്ന മറ്റൊരു കൂരിയ അംഗത്തിന്റെ, പിന്നെ ഒരു പൊട്ടക്കിലച്ഛന്റെ 2 സഹായമെത്രാന്മാരെ കിട്ടുകയാണെങ്കിൽ, 3 സഹായമെത്രാന്മാർ ഉണ്ടാകില്ല, 2 സഹായമെത്രാന്മാർ ഉണ്ടാകുകയാണെങ്കിൽ ആ പൊട്ടക്കിലച്ഛനാണ് ആദ്യത്തെ പരിഗണന കൊടുക്കേണ്ടത്. കാരണം അദ്ദേഹം വിമതന്മാരുടെ നേതാവാണ്, നല്ല ഭൂതകാലമുള്ളയാളാണ്. സഹായമെത്രാനായാൽ ഈ വിമതന്മാരെയൊക്കെ ഒതുക്കി തരും. അപ്പോ കല്ലിങ്ങലച്ഛൻ വളരെ നല്ല വൈദികനാണ്. പുതിയേടത്തച്ഛൻ നമുക്കറിയാം വളരെ ത്യാഗവര്യനാണ്. പക്ഷെ ഈ പൊട്ടക്കൽ എന്ന് പറയുന്ന അദ്ദേഹം വിമതന്മാരെ മുഴുവൻ പിടിച്ചു കുലുക്കാൻ കഴിവുള്ള വിമത നേതാവും, അദ്ദേഹത്തിന് കളങ്കരഹിതമായ, ചിലർ പറയുന്നു കളങ്കമൊക്കെ ഉണ്ട് എന്ന്, അങ്ങനെയുള്ള ഭൂതകാലവുമുള്ള ആളായതുകൊണ്ട് അദ്ദേഹത്തെ തന്നെ എത്രാനാക്കണം. അപ്പോ അടുത്ത ഞായറാഴ്ച കുർബാന മധ്യേ 49 മെത്രാന്മാരും ഒപ്പിട്ട് സഭയുടെ തലവനും ബോസ്കോ പുത്തൂർ പിതാവും എറണാകുളത്തെ വിമതന്മാരായ ഇടയന്ത്രത്തും ഒക്കെ ഒപ്പിട്ട കൽപ്പന, പേര് സഹിതം ഒപ്പിട്ട കൽപ്പനയാണ് വായിക്കേണ്ടത്. എത്ര പേര് വായിക്കും? ഇനിയും ഈ നാടകം എത്ര നാൾ തുടരും? എന്തായാലും
ഇവരുടെ ഈ തന്ത്രങ്ങളിൽ നോക്ക്, നമുക്ക് ഈ വൈദികരുടെ പ്രവർത്തനങ്ങളിൽ നിന്നും മെത്രാന്മാരുടെ അഭിനയങ്ങളിൽ നിന്നും ഒക്കെ നമുക്ക് ധാരാളം കാര്യങ്ങൾ പഠിച്ചെടുക്കാനുണ്ട്. നമ്മൾ വിശ്വാസികൾ ശുദ്ധരും നിഷ്കളങ്കരുമായി ജീവിക്കുന്നു. ഇവരൊക്കെ റോമൻ തന്ത്രങ്ങൾ പഠിച്ചവരാണ്. എങ്ങനെയാണ് അഭിനയിക്കേണ്ടതും എങ്ങനെയാണ് പറ്റിക്കേണ്ടതും എങ്ങനെയാണ് കാര്യങ്ങൾ നേടേണ്ടതെന്നും ഒക്കെ രാഷ്ട്രീയക്കാരെ വെല്ലുന്ന തന്ത്രങ്ങളും കുതന്ത്രങ്ങളും അഭ്യസിച്ചിട്ടുള്ള റോമൻ പടയാളികളാണ് ഇവർ. അതുകൊണ്ട് ഇങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മൾ ഇവരിൽ നിന്നൊക്കെ ഒത്തിരി പഠിച്ചെടുക്കണം. ഞാൻ അങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും കഴിഞ്ഞ എൻ്റെ ആ വീഡിയോയിൽ ആളുകൾ കയറി ഒരു സൈബർ ആക്രമണം പോലെ എന്നെ ആക്രമിച്ചു. പക്ഷേ എൻ്റെ വീഡിയോ, തട്ടിൽ പിതാവിനെ സംബന്ധിച്ച വീഡിയോ ഒരിക്കലും ഇല്ലാത്ത രീതിയിൽ 32,000 ആളുകൾ അങ്ങനെ കാണുന്നു. പക്ഷേ ഞാൻ നോക്കിയപ്പോൾ ഒരേപോലുള്ള കമന്റുകൾ വരുന്നു, വിമർശനങ്ങൾ വരുന്നു. വിമർശനങ്ങൾ ഒരേപോലെയുള്ളത്. തട്ടിൽ മെത്രാനെ സംരക്ഷിക്കാൻ സോഷ്യൽ മീഡിയയിലെ സൈബർ താരങ്ങൾ പോലും ഇറങ്ങി. കാരണം അദ്ദേഹത്തിന്റെ ഇമേജ് അധിക സ്ഥാനാരോഹണം ചെയ്ത് അങ്ങ് ഏറ്റെടുക്കുന്നവരെ ഡാമേജ് വരരുതല്ലോ. അതുകൊണ്ട് സൈബർ പുലികൾ, സൈബർ ഏജൻസികൾ തന്നെ അത് ഏറ്റെടുത്തു. വക്കീല് എന്തൊക്കെയാണ് വക്കീല് വെള്ളം കുടിച്ചാണോ പറയുക? വക്കീല് ധാരാളം വെള്ളം കുടിക്കും കേട്ടോ, പക്ഷേ പച്ചവെള്ളം മാത്രമേ കുടിക്കുള്ളൂ. അപ്പോ നമ്മൾ ഇതൊക്കെ ഈ നാടകങ്ങളെല്ലാം കാണുകയും കേൾക്കുകയും ഇതിന്റെ ഭാഗമാകുകയും ഒക്കെ ചെയ്യുമ്പോഴും നമ്മൾ ഇതിൽ നിന്ന് പാഠങ്ങൾ പഠിക്കണം. നന്ദി, നമസ്കാരം.